ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് രാസോർജം എന്നത്. രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നോക്കിയിട്ട് വേണം നമുക്കിവിടെ ആൻസർ കൊടുക്കാൻ. അപ്പൊ എന്തൊക്കെയാണ്? എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നോ അല്ലെങ്കിൽ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം ഇതുപോലെ പ്രസ്താവന തന്നിട്ടാണ്. എല്ലാ ധാതുക്കളും അയിരാണ്, എല്ലാ അയിരും ധാതുക്കളാണ്, അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ധാതു? ധാതു അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളോ അല്ലെങ്കിൽ അവയുടെ സംയുക്തങ്ങളോ ആണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളോ അല്ലെങ്കിൽ സംയുക്തങ്ങളോ, ഈ മൂലകങ്ങളുടെ സംയുക്തങ്ങളോ ആണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അയിരുകൾ എന്താണ്? അയിരുകൾ അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളാണ് അയിരുകൾ. ഓക്കെ ആണോ? എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് അയിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണോ? ആണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താണ്? എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നത് കണ്ടോ? എല്ലാ ധാതുക്കളും അയിരുകളല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓക്കെ. മൂന്നാമത്തെ നോക്കിക്കേ. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു. ശരിയാണോ? അല്ല അല്ലെ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ രണ്ടാമത്തേത് മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 മാത്രം ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം മലമ്പനിയാണ്. മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് EEG. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത പ്ലാസ്മോഡെസ്മേറ്റയാണ്. പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി ആണ്. നെഗ്ലേറിയ ഫൗലേറി. മണ്ണിനെയും കൃഷിവിളകളെയും മറ്റും പറ്റിയുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ പേര്? മണ്ണിനെയും കൃഷിവിളകളെയും കുറിച്ചുള്ള പഠനമാണ് അഗ്രോണമി. അരുണരക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? അരുണരക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജ.
താഴെ പറയുന്നവയിൽ ശീതരക്തമുള്ളവ അല്ലാത്തത് ഏതാണ്? ശീതരക്തമുള്ളവയല്ലാത്തത് പക്ഷികളാണ്, പക്ഷികൾ. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രെസ്കോഗ്രാഫ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ക്രെസ്കോഗ്രാഫ്. ഇത് കണ്ടെത്തിയത് ജെ.സി. ബോസ് ആണ്. ജെ.സി. ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആണ്. വൈദ്യുതിയുടെ നല്ല ചാലകം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ വൈദ്യുതിയുടെ നല്ല ചാലകം ക്ഷാരജലമാണ്. ക്ഷാരജലം വൈദ്യുതിയുടെ നല്ല ചാലകമാണ്. വായുവിന്റെ തിരശ്ചീന ചലനം അറിയപ്പെടുന്ന പേരാണ് കാറ്റ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ്, വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? അത് 21%. 21%. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലമാണ് മീസോസ്ഫിയർ. താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയുടെ പേര് സംവഹനം എന്നാണ്. സംവഹനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ് കേട്ടോ. മാലിക് ആസിഡ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി UN ആചരിച്ച വർഷം ഏതാണ്? അത് 2019 ആണ്. 2023 മില്ലറ്റ്സിന്റെ ഇയർ ആയിരുന്നു. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. 2019 അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമാണ്. ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുകുകൾ പരത്തുന്ന രോഗം? കൊതുക് പരത്തുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിക്കേ. മലേറിയ, മന്ദരോഗം, സിക്ക വൈറസ് രോഗം. ഇവ മൂന്നും തന്നെ കൊതുകുകൾ പരത്തുന്ന രോഗമാണ്. മലേറിയ, മന്ദരോഗം, സിക്ക വൈറസ് രോഗം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്തത്, ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. വാക്സിൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. വാക്സിനുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതു താപനിലയിലും സൂക്ഷിക്കാൻ പറ്റും. പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്. എല്ലാ വാക്സിനും കുത്തിവയ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. എല്ലാ വാക്സിനും കുത്തിവയ്പ് രൂപത്തിൽ മാത്രമാണോ? അല്ല അല്ലെ. പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിൻ ആണ് എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിൻ ആണ് എന്നത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 മാത്രം ശരി. ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കൂടും. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ നമ്മളോട് തെറ്റായിട്ടുള്ളത് ചോദിച്ചു. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ദിവസേന മധുരം കഴിക്കുന്നവർക്ക് മാത്രമേ പ്രമേഹം ബാധിക്കുകയുള്ളൂ. അല്ല അല്ലെ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രമേഹ രോഗത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും. ആണോ? കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രമേഹം പരിശോധിക്കാൻ രക്തം, മൂത്രം സാമ്പിൾ ആവശ്യമില്ല. രക്തപരിശോധനയിലൂടെ അല്ലേ പ്രമേഹം ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനാകും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നാലാമത്തേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ രോഗികളെ പരിചരിക്കുന്നവരാണ്. രോഗികളെ പരിചരിക്കുന്നവർക്കുള്ളതാണ് ആശ്വാസകിരണം പദ്ധതി. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ശരിയായ രീതി പുനരുപയോഗിക്കുക എന്നതാണ്. പുനരുപയോഗിക്കുക. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ സാംക്രമിക രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്തത് CT സ്കാൻ സംവിധാനമാണ്. CT സ്കാൻ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. മറ്റു മൂന്നും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഹരിത കേരളം പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി, ആർദ്രം പദ്ധതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിന്റെ ഇനാമലാണ്. പല്ലിന്റെ ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം പ്രോട്ടീനിന്റെ കുറവാണ്. പ്രോട്ടീനിന്റെ കുറവ്. അടുത്തത്, ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ് ആണ്. മെർക്കുറിക് ഓക്സൈഡ്. കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേര്? കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത് കൈനേസ് എന്നാണ്. കൈനേസ്. കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തിന്റെ പേര്? കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്രെറ്റനിസം എന്നത്. ക്രെറ്റനിസം. സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിന് പകരം കാണുന്നത് എന്താണ്? സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിന് പകരം കാണപ്പെടുന്നത് വാലിൻ ആണ്. വാലിൻ. ജലസസ്തനികളിൽ കാണുന്ന അനുകൂലനമല്ലാത്തത് ഏത്? ജലസസ്തനികളിൽ ചുരുങ്ങിയ ഉമിനീർ ഗ്രന്ഥികളാണ് കാണപ്പെടുന്നത്. അത് അനുകൂലനമല്ല. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരിൽ പ്രധാനപ്പെട്ടവ പ്ലവസസ്യങ്ങളാണ്. പ്ലവസസ്യങ്ങൾ. മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിന് കാരണം എന്താണ്? മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിനുള്ള കാരണം BOD കൂടുന്നു, ഓക്സിജന്റെ അളവ് കുറയുന്നു എന്നതാണ്. BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു, ഓക്സിജന്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത്. ഫ്ലോയം കലകളിൽ ആഹാര സംവഹനം നടക്കുന്നത് സീവ് നാളികളിലൂടെയാണ്. സീവ് നാളികൾ. പാറ്റയുടെ ശ്വസനാവയവമായ ട്രക്കേയുടെ പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങളുടെ പേരെന്താണ്?
പാറ്റയുടെ ശ്വസനാവയവം ട്രക്കേയാണ്. അതിന് പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങളാണ് സ്പൈറക്കിളുകൾ. സാധാരണ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തോത് എത്രയാണ്? സാധാരണ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തോത് 10 ഡെസിബൽ ആണ്. 10 ഡെസിബൽ. പ്ലാസ്മ സ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? പ്ലാസ്മ സ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആവിഷ്കരിച്ചത് സിംഗർ നിക്കോൾസൺ ആണ്. സിംഗർ നിക്കോൾസൺ. അമ്ലമഴയ്ക്ക് കാരണമായ ആസിഡുകൾ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമായ ആസിഡുകൾ രൂപപ്പെടുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈഡ്രോക്സിൽ റാഡിക്കിളുകളാണ്. ഹൈഡ്രോക്സിൽ റാഡിക്കിളുകൾ. അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്നാണ്? അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 5 ചെറുകുടലാഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ കരളിൽ എത്തിക്കുന്ന രക്തക്കുഴലിന്റെ പേര്? ചെറുകുടലാഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ കരളിൽ എത്തിക്കുന്ന രക്തക്കുഴലാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഹെപ്പാറ്റിക് പോർട്ടൽ സിര. പാരമ്പര്യ രോഗമാണ് ചുവടെ തന്നിട്ടുള്ളതിൽ പാരമ്പര്യ രോഗം ഏതാണ്? ഹീമോഫീലിയാണ്. ഹീമോഫീലിയ പാരമ്പര്യ രോഗത്തിന് ഉദാഹരണമാണ് ഹീമോഫീലിയ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.